എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. രാത്രിയുടെ യാമങ്ങൾ കറുത്തു തടിച്ചുകൂടിയ ഒരു അമാവാസ്യ ദിനം. പുറത്ത് ഇരച്ചു പെയ്യുന്ന പെരുമഴയുടെ ശബ്ദം മാത്രം കേൾക്കാം. ജനൽ ചില്ലുകളിൽ മഴത്തുള്ളികൾ വന്ന് ആഞ്ഞടിക്കുന്ന താളം, ഇടയ്ക്കിടെ മിന്നിമറയുന്ന മിന്നൽ പിണരുകൾ മുറിയിലേക്ക് വെളിച്ചത്തിൻ്റെ കീറുകൾ എറിഞ്ഞു തരുന്നു. തണുത്ത കാറ്റ് വിടവുകളിലൂടെ അരിച്ചു കയറി പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവർക്ക് പോലും ഒരു കുളിരു പകരുന്നുണ്ട്. ഉറക്കം വരാതെ, എന്നാൽ കണ്ണുകൾ അടച്ചൊരു സ്വപ്നലോകത്തേക്ക് വഴുതി വീഴാൻ ആഗ്രഹിക്കുന്നവർക്കായി സമയത്തിൻ്റെ കണക്കുകൾ തെറ്റിയ ഒരു ഗ്രാമത്തിൻ്റെ കഥ നമുക്ക് ആരംഭിക്കാം. ഇടുക്കിയിലെ ഹൈറേഞ്ചിൻ്റെ മടക്കുകളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന, ഭൂപടങ്ങളിൽ അധികം സ്ഥാനം പിടിക്കാത്തൊരു ഗ്രാമമായിരുന്നു മഞ്ഞുമല. പേരുപോലെ തന്നെ ദിവസത്തിൻ്റെ പകുതി സമയവും കനത്ത കോടമഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന പ്രദേശം. ആധുനിക ലോകത്തിൻ്റെ ബഹളങ്ങളോ വാഹനങ്ങളുടെ ഇരമ്പലോ അവിടേക്കെത്തി നോക്കാറില്ല. ആകെ അവിടെ കേൾക്കാറുള്ളത് കാറ്റിൻ്റെ മർമ്മരങ്ങളും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന അരുവികളുടെ സംഗീതവും മാത്രം. എന്നാൽ ആ ഗ്രാമത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് ആർക്കും തന്നെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടാറില്ലത്രേ. ഈ ഗ്രാമത്തിലേക്കാണ് സിദ്ധാർത്ഥ് എന്ന യുവാവ് തൻ്റെ പഴയ ബുള്ളറ്റിൽ വന്നെത്തുന്നത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും എഴുതി തീർക്കാനാവാത്ത നോവലിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിടം തേടിയുള്ള യാത്രയായിരുന്നു അത്. സമയം രാത്രി 10 സിദ്ധാർത്ഥിൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് മഞ്ഞുവീണ റോഡിൽ വെളിച്ചം വിതറിക്കൊണ്ടിരുന്നു. കനത്ത മഴയ്ക്കൊപ്പം കോടമഞ്ഞുകൂടി ചേർന്നപ്പോൾ മുന്നോട്ടുള്ള വഴി അവ്യക്തമായി. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങൾ പ്രേതരൂപങ്ങളെപ്പോലെ തോപ്പിച്ചു. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ബൈക്കിൻ്റെ എഞ്ചിനൊന്ന് മുരണ്ടുകൊണ്ട് നിലച്ചത്. സിദ്ധാർത്ഥ് വണ്ടി ഒതുക്കി നിർത്തി. വിജനമായ കാട്ടുപാത, ചുറ്റും കൂരിരുത്ത്. മൊബൈൽ ഫോൺ എടുത്തു നോക്കിയപ്പോൾ റേഞ്ച് ഒട്ടുമില്ല. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. അവൻ ചുറ്റും നോക്കി. അകലെ മരങ്ങൾക്കിടയിലൂടെ മങ്ങിക്കത്തുന്ന ഒരു വിളക്കിൻ്റെ വെളിച്ചം കണ്ടു. അതൊരു വീടാണോ അതോ വല്ല കാവൽമാടമാണോ എന്ന് വ്യക്തമല്ല. എങ്കിലും മറ്റൊരാശ്രയവും ഇല്ലാത്തതുകൊണ്ട് സിദ്ധാർത്ഥ് ബൈക്ക് അവിടെ തന്നെ വെച്ച് ആ വെളിച്ചം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. നനഞ്ഞൊലിച്ച മണ്ണിലൂടെ വഴുക്കുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അവൻ നടന്നു. അടുത്തെത്തും തോറും ആ വെളിച്ചം വരുന്നതൊരു പഴയ ബംഗ്ലാവിൽ നിന്നാണെന്ന് അവന് മനസ്സിലായി. കാലപ്പഴക്കം കൊണ്ട് കറുത്തിരുണ്ട ഓടിട്ട വലിയൊരു വീട്. വീടിൻ്റെ മുൻവശത്ത് മച്ചിൽ തൂക്കിയിട്ട ഒരു റാങ്കൽ വിളക്കാണ് ആ വെളിച്ചം നൽകുന്നത്. ആ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. പുറത്ത് ഇത്രയും കാറ്റും മഴയും ഉണ്ടായിട്ടും ആ വീടിൻ്റെ വരാന്തയിൽ തികഞ്ഞ ശാന്തതയായിരുന്നു. അവിടെ കാറ്റില്ല, തണുപ്പില്ല. രാന്തൽ വിളക്കിൻ്റെ നാളം പോലും ഒന്ന് ആടിയുലയുന്നില്ല. ആരുമില്ലേ ഇവിടെ? സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചു ചോദിച്ചു. അവൻ്റെ ശബ്ദം ആ വീടിൻ്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മറുപടിയില്ല. അവൻ വാതിൽക്കൽ ചെന്ന് കതകിൽ തട്ടി. തടിയിൽ തീർത്ത കനത്ത വാതിൽ പതിയെ തുറന്നു. അകത്തുനിന്ന് ചന്ദനത്തിരിയുടെയും പഴയ കടലാസുകളുടെയും സമ്മിശ്രമായ ഒരു ഗന്ധം പുറത്തേക്ക് വന്നു. അവൻ മെല്ലെ അകത്തേക്ക് കയറി. വിശാലമായ ഒരു ഹാൾ. ആ ഹാളിലെ കാഴ്ച കണ്ട് സിദ്ധാർത്ഥ് ശരിക്കും അമ്പരന്നുപോയി. ആ മുറി നിറയെ ഘടികാരങ്ങളായിരുന്നു. ചുമരുകളിൽ, മേശപ്പുറത്ത്, തറയിൽ എന്നുവേണ്ട മച്ചിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നവ വരെ ആയിരക്കണക്കിന് ഘടികാരങ്ങൾ. വലിപ്പമേറിയവ, തീരെ ചെറിയവ, മരം കൊണ്ടുണ്ടാക്കിയവ, ലോഹം കൊണ്ട് തീർത്തവ. പക്ഷേ വിചിത്രമായ കാര്യം അതല്ലായിരുന്നു. ആ ഘടികാരങ്ങളിൽ ഒന്നുപോലും ഒരേ സമയം കാണിക്കുന്നില്ല. ചിലതിൽ സൂചികൾ അതിവേഗം പായുന്നു, ചിലതിൽ വളരെ സാവധാനം നീങ്ങുന്നു, ചിലത് പുറകോട്ടോടുന്നു. ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ടിക് ടിക് ശബ്ദം ഒരു സംഗീതം പോലെ തോന്നി. സമയം, അതൊരു വിചിത്രമായ സത്യമല്ലേ കുഞ്ഞെ? പിന്നിൽ നിന്ന് മുഴങ്ങുന്ന ഘനഗാംഭീര്യമുള്ള ഒരു ശബ്ദം കേട്ട് സിദ്ധാർത്ഥ് ഞെട്ടിത്തിരിഞ്ഞു. അവിടെ ഒരു ചാരു കസേരയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നരച്ച താടിയും മുടിയുമുള്ള, പ്രായം നിർണയിക്കാൻ കഴിയാത്തൊരു വൃദ്ധൻ. കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. അദ്ദേഹം ഒരു പഴയ പോക്കറ്റ് വാച്ച് നന്നാക്കുകയായിരുന്നു. ക്ഷമിക്കണം, വണ്ടി കേടായി, മഴയത്ത് അഭയം തേടി വന്നതാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. ആ വൃദ്ധൻ ചിരിച്ചു. ആ ചിരിക്ക് മഴയേക്കാൾ തണുപ്പുണ്ടായിരുന്നു. ഇവിടെ ആരും വഴിതെറ്റി വരാറില്ല കുഞ്ഞെ, കൃത്യസമയത്തെത്താറുള്ളൂ. കയറിയിരിക്കൂ. അദ്ദേഹം ഒരു മരകസേരയിലേക്ക് വിരൽ ചൂണ്ടി. സിദ്ധാർത്ഥ് മടിച്ചു അവിടെയിരുന്നു. ആ വൃദ്ധൻ തൻ്റെ പണി നിർത്തിവെച്ച് അവനെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ പേര് അനന്തൻ, ഈ ഘടികാരങ്ങളുടെ കാവൽക്കാരൻ. നീ വന്നത് കഥകൾ തേടിയാണല്ലേ? സിദ്ധാർത്ഥ് അത്ഭുതപ്പെട്ടു. താനൊരു എഴുത്തുകാരനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലല്ലോ.
അതെങ്ങനെ അങ്ങേക്ക് മനസ്സിലായി? ഈ മുറിയിലെ ഘടികാരങ്ങൾ വെറും സമയം കാണിക്കാനുള്ളതല്ല. ഇവ ഓരോന്നും ഓരോ മനുഷ്യൻ്റെ ജീവിതമാണ്, അവരുടെ ചിന്തകളാണ്. നിന്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത പറയുന്നൊരു ഘടികാരം ഈ മുറിയിൽ എവിടെയോ ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്, അനന്തൻ പറഞ്ഞു. ഇതു കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് കൗതുകത്തേക്കാൾ ഭയമാണ് തോന്നിയത്. ഇയാൾക്ക് സമനില തെറ്റിയതാണോ, അതോ എന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടോ? ഭയപ്പെടേണ്ട. അനന്തൻ എഴുന്നേറ്റ് ഒരു വലിയ പെൻഡുലം ക്ലോക്കിൻ്റെ അടുത്തേക്ക് നടന്നു. നിനക്ക് ഉറക്കം വരുന്നുണ്ടാവുമല്ലേ? പക്ഷേ ഉറങ്ങുന്നതിനു മുൻപ് ഈ നാടിൻ്റെ ഒരു രഹസ്യം നീ അറിയണം. ഇവിടെ മഞ്ഞുമലയിൽ സമയം പുറം ലോകത്തേതുപോലെയല്ല സഞ്ചരിക്കുന്നത്. അദ്ദേഹം ആ ക്ലോട്ടിൻ്റെ ചില്ലുവാതിൽ തുറന്നു. അതിനകത്ത് പെൻഡിലം ആടുന്നില്ലായിരുന്നു. പകരം ഒരു ചെറിയ നീല വെളിച്ചം അതിനുള്ളിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടോ? അനന്തൻ ചോദിച്ചു. ഇതാണ് സ്വപ്നങ്ങളുടെ ഘടികാരം. 100 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ വലിയൊരു ശാപമുണ്ടായിരുന്നു. ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. രാത്രിയായാൽ ഭീകരമായ പേടി സ്വപ്നങ്ങൾ അവരെ വേട്ടയാടും. ഗ്രാമവാസികൾ ആകെ വലഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ഒരു അപരിചിതൻ, എന്നെപ്പോലെ ഒരു സഞ്ചാരി ഇവിടെ വന്നത്. സിദ്ധാർത്ഥ ആകാംക്ഷയോടെ കേട്ടിരുന്നു. പുറത്തെ മഴയുടെ ഇരമ്പൽ കുറഞ്ഞു വരുന്നതുപോലെ അവന് തോന്നി. അനന്തൻ്റെ ശബ്ദം മാത്രം മുഴങ്ങി നിന്നു. ആ സഞ്ചാരി ഒരു മാന്ത്രികനായിരുന്നില്ല, മറിച്ചൊരു കഥാകാരനായിരുന്നു. അയാൾ പറഞ്ഞു, പേടി സ്വപ്നങ്ങളെ തടയാൻ ഒരേ ഒരു വഴിയേയുള്ളൂ, നല്ല കഥകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുക. പക്ഷേ എല്ലാ ദിവസവും എല്ലാവർക്കും കഥ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അയാൾ ഈ വിചിത്രമായ ഘടികാരം നിർമ്മിച്ചു. ഇതിൻ്റെ ഓരോ സെക്കൻഡും ഒരു കഥയാണ്. ഈ നീല വെളിച്ചം ഗ്രാമത്തിലുടനീളം പരക്കുമ്പോൾ ആളുകൾ കണ്ണടച്ചാൽ അവർക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം. അനന്തൻ ആ നീല വെളിച്ചത്തിലേക്ക് കൈനീട്ടി. അത് അദ്ദേഹത്തിൻ്റെ വിരലുകളിൽ ചുറ്റിപ്പടർന്നു. നീ വിശ്വസിക്കില്ലെന്നറിയാം, എന്നാൽ നീ ഒന്ന് കണ്ണടച്ചു നോക്കൂ. വെറുതെ ഒന്ന് കണ്ണടച്ച് ഈ ഘടികാരങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കൂ. സിദ്ധാർത്ഥ സംശയത്തോടെയാണെങ്കിലും കണ്ണുകൾ മെല്ലെ അടച്ചു. ആദ്യം ഇരുട്ട് മാത്രം. പിന്നെ ആ മുറിയിലെ ആയിരക്കണക്കിന് ഘടികാരങ്ങളുടെ ടിക് ടിക് ശബ്ദം കേട്ടു തുടങ്ങി. ആ ശബ്ദങ്ങൾ സാവധാനം മാറി വന്നു. അത് മഴത്തുള്ളികളുടെ ശബ്ദമായി, പിന്നെ ദൂരെ എവിടെയോ ഒഴുകുന്ന പുഴയുടെ ശബ്ദമായി, കാട്ടിലെ കിളികളുടെ പാട്ടായി. അവൻ്റെ അടഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ വർണ്ണങ്ങൾ തെളിയാൻ തുടങ്ങി. അവൻ കണ്ടത് ആ മുറിയല്ലായിരുന്നു, മറിച്ച് നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന ഒരു വലിയ താഴ്വരയായിരുന്നു. ആകാശത്ത് 2 ചന്ദ്രന്മാർ, മരങ്ങൾക്ക് വയലറ്റ് നിറത്തിലുള്ള ഇലകൾ. ആറിലൊഴുകുന്നത് വെള്ളമല്ല, മറിച്ച് ദ്രാവക രൂപത്തിലുള്ള വെളിച്ചമാണ്. ഇതാണ് കഥകളുടെ ലോകം സിദ്ധാർത്ഥ്. അനന്തൻ്റെ ശബ്ദം ഇപ്പോൾ അവൻ്റെ മനസ്സിനുള്ളിൽ നിന്നെന്ന പോലെ കേട്ടു. ഇവിടെ സമയത്തിന് അതിരുകളില്ല. നീ എഴുതാൻ ആഗ്രഹിക്കുന്ന കഥകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. പെട്ടെന്ന് സിദ്ധാർത്ഥ് കണ്ടു തുറന്നു. അവൻ വിയർത്തിരുന്നു. ആ മുറിയിൽ പഴയതുപോലെ അനന്തൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താ, കണ്ടില്ലേ? അതെന്തായിരുന്നു? സിദ്ധാർത്ഥ് വിറയലോടെ ചോദിച്ചു. അതൊരു തുടക്കം മാത്രം. ഈ വീട് കാലസൗധം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഓരോ ഘടികാരത്തിനും ഓരോ രഹസ്യമുണ്ട്. ചിലത് കഴിഞ്ഞുപോയ കാലത്തേക്ക് വാതിൽ തുറക്കും, ചിലത് വരാനിരിക്കുന്നതും കാണിച്ചു തരും. എന്നാൽ ഏറ്റവും അപകടകാരിയായ ഒരു ഘടികാരം ഈ മുറിയുടെ നിലവറയിലുണ്ട്. അതാണ് മറവിയുടെ ഘടികാരം. അതാരെങ്കിലും തിരിച്ചാൽ ഈ ലോകം തന്നെ നിശ്ചലമാകും. ഇത്രയും പറഞ്ഞ് അനന്തൻ ഒരു രാന്തൽ വിളക്കെടുത്തു. വലു, നിനക്ക് കിടക്കാനുള്ള മുറി കാണിച്ചു തരാം. ഇന്ന് രാത്രി നീ ഇവിടെ തങ്ങണം. കാരണം പുറത്തെ മഴ തോർന്നാലും മഞ്ഞു മാറാൻ നാളെ ഉച്ചയാകും. മാത്രമല്ല, ഈ രാത്രി നിനക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ചില അത്ഭുതങ്ങൾ ഇനിയുമുണ്ട്. അനന്തൻ നടന്നു തുടങ്ങി. സിദ്ധാർത്ഥ് അദ്ദേഹത്തെ അനുഗമിച്ചു. അവർ നടന്നു നീങ്ങിയ ഇടനാഴിയുടെ ഇരുവശങ്ങളിലും പഴയ എണ്ണച്ചായ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. ആ ചിത്രങ്ങളിലെ രൂപങ്ങൾ അവരുടെ നേരെ നോക്കി കണ്ണിമയിക്കുന്നത് പോലെ സിദ്ധാർത്ഥിന് തോന്നി. ഈ ചിത്രങ്ങൾ? സിദ്ധാർത്ഥ് ചോദിക്കാൻ തുടങ്ങി. അതെ, അവരും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അനന്തൻ ചിരിച്ചു. ഈ വീട്ടിൽ ഒന്നും നിർജീവമല്ല. നീ കേൾക്കുന്ന ഈ തറയുടെ ഞരക്കം പോലും ഈ വീടിൻ്റെ ശ്വാസമാണ്. അവരൊരു വലിയ മുറിക്ക് മുന്നിലെത്തി. ഇതാണ് നിന്റെ മുറി. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ജനാല തുറന്നിട്ടാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കൈകൊണ്ട് തൊടാമെന്ന് തോന്നും. പക്ഷെ ഒരു കാര്യം ഓർക്കണം. പാതിരാത്രി കൃത്യം 12 മണിക്ക് ഹാളിലെ വലിയ ഘടികാരം അടിക്കുമ്പോൾ നീ ഉണർന്നിരിക്കരുത്. അല്ലെങ്കിൽ ഉണർന്നിരുന്നാൽ തന്നെ മുറിക്ക് പുറത്തിറങ്ങരുത്. എന്തുകൊണ്ട്? സിദ്ധാർത്ഥ് ചോദിച്ചു. അനന്തൻ്റെ മുഖം ഗൗരവത്തിലായി. റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചുളിവുകൾക്ക് ആഴം കൂടിയതുപോലെ തോന്നി. കാരണം 12 മണിക്ക് സമയങ്ങൾ തമ്മിലുള്ള വേലികെട്ടുകൾ അഴിഞ്ഞു വീഴും. അപ്പോൾ ഈ വീട്ടിലൂടെ നടക്കുന്നത് മനുഷ്യരാവില്ല. അത് കാണാനുള്ള കരുത്ത് നിനക്കില്ല. വാതിൽ തുറന്ന് അനന്തൻ അവനെ അകത്തേക്കാക്കി. മുറിയിൽ പഴയൊരു കട്ടിലും അതിൽ തൂവെള്ള വിരിപ്പും വിരിച്ചിരുന്നു. ജനാലയിലൂടെ നോക്കിയാൽ ദൂരെ മലനിരകൾ കാണാം. മഴ ശമിച്ചിരിക്കുന്നു.
പകരം കനത്ത മഞ്ഞ് താഴേക്കിറങ്ങി വരുന്നു. ശുഭരാത്രി. അനന്തൻ വാതിൽ ചാരി പുറത്തേക്ക് പോയി. സിദ്ധാർത്ഥ് തനിച്ചായി. അവൻ ബാഗ് മേശപ്പുറത്തു വെച്ചു. ക്ഷീണമുണ്ടെങ്കിലും ഉറക്കം വരുന്നില്ല. അനന്തൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നു. 12 മണിക്ക് എന്ത് സംഭവിക്കും? അതോ ഇതെല്ലാം ആ കിഴവൻ്റെ വെറും തമാശയാണോ? അവൻ ജനാലയ്ക്കരികിൽ പോയി നിന്നു. പുറത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മരങ്ങൾ. പെട്ടെന്ന് താഴെ മുറ്റത്തൊരനക്കം കണ്ടു. അവൻ സൂക്ഷിച്ചു നോക്കി. ആരോ ഒരാൾ കുടയില്ലാതെ ആ മഞ്ഞിലൂടെ നടന്നു പോകുന്നു. നീളൻ കുപ്പായമിട്ട ഒരു രൂപം. ആ രൂപം നടന്നു നീങ്ങുന്നത് വീടിൻ്റെ പുറകുവശത്തുള്ള കാട്ടിലേക്കാണ്. സിദ്ധാർത്ഥ് തൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം 11:50. 12 ആകാൻ 10 മിനിറ്റ് മാത്രം. അനന്തൻ പറഞ്ഞ മുന്നറിയിപ്പ് അവൻ്റെ ചെവിയിൽ മുഴങ്ങി. പക്ഷേ ഒരെഴുത്തുകാരൻ്റെ കൗതുകം അവനെ വെറുതെ ഇരിക്കാൻ അനുവദിച്ചില്ല. ആ രൂപം ആരായിരിക്കും? അനന്തൻ തന്നെയാണോ? അതോ അദ്ദേഹം പറഞ്ഞ ആരെങ്കിലുമാണോ? അവൻ മെല്ലെ വാതിൽ തുറന്നു. ഇടനാഴിയിൽ വെളിച്ചമില്ല. ദൂരെ ഹാളിൽ നിന്നുള്ള റാന്തൽ വെളിച്ചം മാത്രം മങ്ങിയ നിരലുകൾ വീഴ്ത്തുന്നു. ടിക് ടിക് ശബ്ദം ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിലാണ്. 100 കണക്കിന് ഹൃദയങ്ങൾ ഒന്നിച്ചിടിക്കുന്നത് പോലെ. അവൻ പതുക്കെ ഹാളിലേക്ക് നടന്നു. പടികൾ ഇറങ്ങുന്തോറും തണുപ്പ് കൂടി വന്നു. ഹാളിൽ ആരുമില്ല. അനന്തനിരുന്ന കസേര ഒഴിഞ്ഞുകിടക്കുന്നു. എന്നാൽ നേരത്തെ കാണാതിരുന്ന ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു. ഹാളിലെ ഏറ്റവും വലിയ ക്ലോക്കിൻ്റെ താഴെ തറയിൽ ഒരു ചെറിയ വാതിൽ. അതൊരു നിലവറയിലേക്കുള്ള വാതിലാണ്. ആ വാതിൽ അല്പം തുറന്നു കിടക്കുന്നു. അതിനുള്ളിൽ നിന്ന് നേരിയൊരു ചുവന്ന വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. സിദ്ധാർത്ഥ് ആ വാതിലിനടുത്തേക്ക് നീങ്ങി. അപ്പോഴാണ് അത് സംഭവിച്ചത്. വലിയ ഘടികാരം മണിയടിക്കാൻ തുടങ്ങി. ബോങ് ബോങ്. ശബ്ദം ചെവിയിൽ തുളച്ചു കയറി. ഒപ്പം ആ മുറിയിലെ ആയിരക്കണക്കിന് ഘടികാരങ്ങളും ഒരേ സമയം ശബ്ദിക്കാൻ തുടങ്ങി. അലാറങ്ങൾ, മണികൾ, പക്ഷികളുടെ ശബ്ദങ്ങൾ എല്ലാം കൂടി വലിയൊരു ബഹളം. വീട് മുഴുവൻ കുലുങ്ങുന്നതുപോലെ തോന്നി. സിദ്ധാർത്ഥ് ചെവി പൊത്തിപ്പിടിച്ചു. പെട്ടെന്ന് നിലവറയുടെ വാതിൽ മലർക്കെ തുറന്നു. അതിൽ നിന്ന് ഒരു കാറ്റ് പുറത്തേക്ക് വീശി. ആ കാറ്റിന് പഴകിയ പൂക്കളുടെ ഗന്ധമായിരുന്നു. ആ കാറ്റിൽ സിദ്ധാർത്ഥിൻ്റെ ബാലൻസ് തെറ്റി. അവൻ വീഴാൻ പോയി. പക്ഷേ ആരുടെയോ കൈകൾ അവനെ താങ്ങി. ഞാൻ പറഞ്ഞതല്ലേ പുറത്തിറങ്ങരുതെന്ന്. അത് അനന്തനായിരുന്നു. പക്ഷേ നേരത്തെ കണ്ട വൃദ്ധനായിരുന്നില്ല അയാളിപ്പോൾ. അദ്ദേഹത്തിൻ്റെ നരച്ച മുടി മാറിയിരിക്കുന്നു. മുഖത്തെ ചുളിവുകൾ മാഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതൊരു മധ്യവയസ്കനായ തേജസ്സുള്ള മനുഷ്യനാണ്. അങ്ങ് മാറിപ്പോയല്ലോ. സിദ്ധാർത്ഥ് അവിശ്വസനീയതയോടെ നോക്കി. ഇവിടെ സമയം പുറകോട്ടാണ് ഓടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അനന്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 12 മണി കഴിഞ്ഞാൽ ഈ വീട് അതിൻ്റെ യൗവനത്തിലേക്ക് തിരിച്ചു പോകും. ഒപ്പം ഞാനും. വാ, ഇനി നിനക്ക് തിരിച്ചു പോവാൻ കഴിയില്ല. നീ കാണാൻ ആഗ്രഹിച്ച ആ രൂപം അതാരാണെന്ന് നിനക്കറിയണ്ടേ? അനന്തൻ ആ നിലവറയിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ പടികൾക്ക് താഴെ അത്ഭുതകരമായൊരു ലോകം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ ആകാശം താഴെയും ഭൂമി മുകളിലുമായിരുന്നു. നക്ഷത്രങ്ങൾ തറയിൽ വിരിച്ചിട്ട രത്നങ്ങൾ പോലെ തിളങ്ങി. സിദ്ധാർത്ഥ് അറിയാതെ ആ പടികൾ ഇറങ്ങിത്തുടങ്ങി. ഓരോ പടി ഇറങ്ങുമ്പോഴും അവൻ്റെ മനസ്സിലെ ഭാരം കുറഞ്ഞു വന്നു. പഴയ ഓർമ്മകൾ, സങ്കടങ്ങൾ എല്ലാം മാഞ്ഞുപോയി. പകരം കുട്ടിക്കാലത്ത് കഥകൾ കേൾക്കുമ്പോഴുണ്ടായിരുന്ന ആ കൗതുകം മാത്രം അവശേഷിച്ചു. ഈ യാത്ര എവിടേക്കാണ്? ഈ നിലവറയുടെ അടി എന്താണ്? അനന്തൻ യഥാർത്ഥത്തിൽ ആരാണ്? മഞ്ഞുമലയിലെ ഈ വീട്ടിൽ സമയം കാത്തുവച്ചിരിക്കുന്ന വിസ്മയങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അറിയാനുള്ള യാത്ര ഇനിയും തുടരും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. പടവുകൾ ഇറങ്ങുന്തോറും അന്തരീക്ഷത്തിന്റെ ഭാവം മാറിമറിഞ്ഞു. കരിങ്കല്ലിൽ തീർത്ത പടവുകൾക്ക് തണുപ്പുണ്ടായിരുന്നില്ല. പകരം ഒരു ജീവനുള്ള ശരീരത്തെ സ്പർശിക്കുന്നതുപോലെയുള്ള അനുഭവമായിരുന്നു സിദ്ധാർത്ഥിന് തോന്നിയത്. അനന്തൻ മുന്നിൽ നടന്നു. അയാളുടെ ഓരോ ചുവടുവയ്പിലും ആ നിലവറയ്ക്കുള്ള ശൂന്യതയിൽ സംഗീതം പോലെ എന്തോ ഒന്ന് മുഴങ്ങിക്കൊണ്ടിരുന്നു. സൂക്ഷിക്കണം സിദ്ധാർത്ഥ്, ഇവിടെ കാഴ്ചകൾ സത്യമാകണമെന്നില്ല, സത്യം കാഴ്ചയാകണമെന്നുമില്ല. അനന്തന്റെ ശബ്ദം ഒരു ഗുഹയിൽ നിന്നെന്ന പോലെ മുഴങ്ങി. ഏറ്റവും താഴെ എത്തിയപ്പോൾ സിദ്ധാർത്ഥ് കണ്ട കാഴ്ച അവന്റെ ശ്വാസം നിലപ്പിക്കുന്നതായിരുന്നു. അതൊരു ചെറിയ മുറിയായിരുന്നില്ല. അതിരുകളില്ലാത്ത ഒരു വലിയ മൈതാനം പോലെ അത് പരന്നു കിടക്കുന്നു. പക്ഷേ അവിടെ പുല്ലുകൾക്ക് പകരം മേഘങ്ങളായിരുന്നു തറയിൽ വിരിച്ചിരുന്നത്. മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശത്തിനു പകരം കറുത്ത മണ്ണും അതിൽ വേരുകൾ ആഴ്ത്തി തലകീഴായി നിൽക്കുന്ന വമ്പൻ മരങ്ങളും. പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം അവിടെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഇതാണ് കാലത്തിന്റെ അടിത്തട്ട്, അനന്തൻ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഇന്നലകളും മിനിഞ്ഞാന്നുകളും മരിക്കുന്നില്ല, അവ ഇവിടെ വിശ്രമിക്കുന്നു. സിദ്ധാർത്ഥ മേഘപ്പരപ്പിലൂടെ നടന്നു. ഓരോ ചുവടിലും ഓർമ്മകളുടെ സുഗന്ധം അവനെ പൊതിഞ്ഞു.
പെട്ടെന്നാണവൻ ആ കാഴ്ച കണ്ടത്. ദൂരെ തലകീഴായി നിൽക്കുന്ന ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ യഥാർത്ഥത്തിൽ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വേരുകൾക്കിടയിൽ ഒരാളിരിക്കുന്നു. ഒരു ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്ന 10 വയസ്സുകാരനായ ഒരു കുട്ടിയായിരുന്നു അത്. സിദ്ധാർത്ഥ് അവിശ്വസനീയതയോടെ അങ്ങോട്ട് നടന്നു. ആ കുട്ടിയുടെ മുഖം അത് അവന് അപരിചിതമായിരുന്നില്ല. അത് സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. തന്റെ ബാല്യകാലം, താൻ എന്നോ ഉപേക്ഷിച്ച ആ നിഷ്കളങ്കമായ പുഞ്ചിരി, അതവിടെ ആ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. നീ ആരാണ്? സിദ്ധാർത്ഥിന്റെ ശബ്ദം വിറച്ചു. കുട്ടി ഊഞ്ഞാലാട്ടം നിർത്തി സിദ്ധാർത്ഥിനെ നോക്കി ചിരിച്ചു. നീയാണ്. നീ മറന്നുവെച്ചുപോയ സന്തോഷമാണ് ഞാൻ. വാ, നമുക്ക് കളിക്കാം. ഇവിടെ സ്കൂളില്ല, പരീക്ഷകളില്ല, മുതിർന്നവരുടെ ശകാരങ്ങളില്ല. ഇവിടെ സമയം എപ്പോഴും വൈകുന്നേരമാണ്. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ നഷ്ടപ്പെട്ട ആ സമാധാനം തിരികെ ലഭിക്കാൻ അവന്റെ മനസ്സ് കൊതിച്ചു. അവൻ അറിയാതെ ആ കുട്ടിയുടെ അടുത്തേക്ക് കൈനീട്ടി. അരുത്! പെട്ടെന്ന് അനന്തന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ കേട്ടു. സിദ്ധാർത്ഥ് ഞെട്ടിത്തിരിഞ്ഞു. അനന്തന്റെ മുഖം ഇപ്പോൾ ശാന്തമായിരുന്നില്ല. അയാളുടെ കണ്ണുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ്, നീ ആ കുട്ടിയെ തൊട്ടാൽ പിന്നെ നിനക്ക് തിരിച്ചുപോക്കില്ല. നീയും ഈ ഓർമ്മകളുടെ ലോകത്ത് വെറുമൊരു നിഴലായി മാറും. നിന്റെ ശരീരം മുകളിൽ മഞ്ഞിൽ കിടന്ന് മരവിക്കും. ആത്മാവിവിടെ കുടുങ്ങിപ്പോകും. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് സത്യം കാണിച്ചു തരാനാണ്, നിന്നെ ഇവിടെ തളച്ചിടാനല്ല. പെട്ടെന്ന് ആ മനോഹരമായ ലോകം വിറയ്ക്കാൻ തുടങ്ങി. മുകളിൽ നിന്നും മരങ്ങളുടെ വേരുകൾ പാമ്പുകളെ പോലെ ഇഴഞ്ഞിറങ്ങി വരാൻ തുടങ്ങി. ആ കുട്ടി പെട്ടെന്ന് അട്ടഹസിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അവന്റെ മുഖം വികൃതമായി. ആ സുന്ദരമായ ലോകം പെട്ടെന്ന് ഭയാനകമായ ഒരു കെണിയായി മാറി. സമയം തീരുന്നു സിദ്ധാർത്ഥ്. സൂര്യൻ ഉദിക്കാൻ പോകുന്നു. വെളിച്ചം വീണാൽ ഈ വാതിലടയും. ഓടിക്കോ! അനന്തൻ അലറി. സിദ്ധാർത്ഥ് ഭയന്നു കുറച്ചു. ആ കുട്ടി ഇപ്പോൾ ഒരു കറുത്ത പുകയായി മാറി അവനെ വരിഞ്ഞു മുറിക്കാൻ തുടങ്ങി. പഴയ കാലത്തിന്റെ സുഖമുള്ള ഓർമ്മകളല്ല, മറിച്ച് അവയിൽ കുടുങ്ങിപ്പോയാലുണ്ടാകുന്ന മരവിപ്പാണതെന്ന് സിദ്ധാർത്ഥ് തിരിച്ചറിഞ്ഞു. അവൻ സർവ്വശക്തിയും എടുത്ത് കുതറിമാറി. പടവുകൾ ലക്ഷ്യമാക്കി അവൻ ഓടി. പക്ഷേ പടവുകൾ ഇപ്പോൾ മുകളിലേക്ക് വളർന്നുകൊണ്ടേയിരുന്നു. ഗുരുത്വാകർഷണം അവനെ താഴേക്ക് വലിച്ചു. എന്നെ വിടൂ, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് ജീവിക്കണം, സിദ്ധാർത്ഥ് അലറി വിളിച്ചു. അനന്തൻ പടവുകൾക്ക് മുകളിൽ നിന്ന് കൈനീട്ടി. പിടിക്കൂ സിദ്ധാർത്ഥ്, ഭൂതകാലത്തെ നോക്കി നിൽക്കാതെ ഭാവിയെ പിടിക്കൂ. സിദ്ധാർത്ഥ് ആയാസപ്പെട്ട് ചാടി അനന്തന്റെ കൈകളിൽ പിടിച്ചു. ആ നിമിഷം താഴെ ആ മാന്ത്രിക ലോകം വലിയൊരു ഗർത്തമായി മാറി. നക്ഷത്രങ്ങളും മേഘങ്ങളും എല്ലാം ആ ഗർത്തത്തിലേക്ക് ചുരുങ്ങിപ്പോയി. അനന്തൻ അവനെ ശക്തിയായി മുകളിലേക്ക് വലിച്ചെടുത്തു. അവർ രണ്ടുപേരും കൂടി നിലവറയുടെ വാതിൽക്കലേക്ക് വീണു. പുറത്ത് ജനലിലൂടെ ആദ്യത്തെ സൂര്യരശ്മി ആ പഴയ വീടിന്റെ തറയിൽ പതിച്ചു. പെട്ടെന്നെല്ലാം നിശബ്ദമായി. സിദ്ധാർത്ഥ കിതച്ചുകൊണ്ട് എഴുന്നേറ്റ് നോക്കി. അനന്തനെവിടെ? അവന് ചുറ്റും ആ പഴയ പ്രൗഢിയുള്ള വീടില്ലായിരുന്നു. പൊളിഞ്ഞു വീഴാറായ ചിലന്തിവലകൾ നിറഞ്ഞ പൊടി പിടിച്ച ഒരു വലിയ കെട്ടിടത്തിനകത്തായിരുന്നു അവൻ. അവന്റെ തൊട്ടുമുന്നിൽ നിലത്ത് ഒരസ്ഥികൂടം കിടപ്പുണ്ടായിരുന്നു. അതിന്റെ കയ്യിൽ തുരുമ്പെടുത്ത ഒരു പഴയ നാഴികമണി പോക്കറ്റ് വാച്ച് മുറുകെ പിടിച്ചിരുന്നു. ആ അസ്ഥികൂടത്തിന്റെ വിരലിൽ കിടന്ന മോതിരം, അത് രാത്രിയിൽ അനന്തന്റെ കയ്യിൽ കണ്ട അതേ മോതിരമായിരുന്നു. സിദ്ധാർത്ഥ് ഭയത്തോടെ പുറകോട്ടു മാറി. ജനലിലൂടെ വന്ന വെളിച്ചത്തിൽ ആ നാഴികമണിയുടെ മൂടി തുറന്നു കിടക്കുന്നതവൻ കണ്ടു. അതിൽ സമയം 12 മണിയിൽ നിലച്ചുപോയിരുന്നു. പുറത്തു മഞ്ഞ് പെയ്യുന്നത് നിന്നിരുന്നു. സിദ്ധാർത്ഥ ആ വീടിന്റെ വാതിൽ തുറന്നു പുറത്തേക്കോടി. ദൂരെ മലനിരകൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചുയരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. ആ വീട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്മാരകം പോലെ നിന്നു. അനന്തൻ എന്ന ആത്മാവ് സമയം വഴിതെറ്റിയ യാത്രക്കാരെ കാത്ത് തന്റെ യൗവനം വീണ്ടെടുക്കാൻ ഓരോ രാത്രിയും കാത്തിരിക്കുകയായിരുന്നു. അതോ ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് തന്നെ പഠിപ്പിക്കാൻ വന്ന കാലത്തിന്റെ കാവൽക്കാരനായിരുന്നു അയാൾ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കി സിദ്ധാർത്ഥ് വണ്ടിയിലേക്ക് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ റേഡിയോയിൽ പഴയൊരു പാട്ട് കേൾക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ അവൻ അത് ഓഫ് ചെയ്തു. മുന്നിലുള്ള റോഡിലേക്ക്, വരാനിരിക്കുന്ന പുതിയ പകലിലേക്ക് അവൻ വണ്ടി ഓടിച്ചുപോയി. ഓർമ്മകൾ നല്ലതാണ്, പക്ഷേ ജീവിക്കേണ്ടത് ഓർമ്മകളിലല്ല, യാഥാർത്ഥ്യത്തിലാണെന്ന വലിയ തിരിച്ചറിവ് ആ മഞ്ഞുമലയിലെ വീട് അവന് നൽകിയിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. മൂന്നാർ മലനിരകളുടെ അടിവാരത്തുള്ള ജനവാസമില്ലാത്ത ആ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വിനയ് തന്റെ കാർ ഒതുക്കി നിർത്തുമ്പോൾ സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു. കോടമഞ്ഞ് ഒരു വെളുത്ത പുതപ്പുപോലെ ആ ബംഗ്ലാവിനെ പൊതിഞ്ഞു നിൽക്കുന്നു. പ്രകൃതി ഫോട്ടോഗ്രാഫറായ വിനയ് കാടിന്റെ വന്യമായ സൗന്ദര്യം പകർത്താനാണ് ആ ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിയത്. കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ ബംഗ്ലാവിന്റെ മുൻവശത്തെ വലിയ തേക്കിൻ വാതിൽ ഒരു ഭീമനെപ്പോലെ തലയുയർത്തി നിൽക്കുന്നത് അവൻ കണ്ടു. ചുറ്റും കനത്ത നിശബ്ദത. ചീവീടുകളുടെ കരച്ചിൽ പോലും ആ മഞ്ഞിൽ മരവിച്ചു പോയിരുന്നു.
ബംഗ്ലാവിന്റെ കെയർടേക്കറായ വൃദ്ധൻ രാമൻ നായർ വിറയ്ക്കുന്ന കൈകളോടെ രാന്തൽ വിളക്കുമായി ഇറന്നുവന്നു. അയാളുടെ മുഖത്ത് വിനയ് പ്രതീക്ഷിച്ച പോലൊരു സ്വീകാര്യതയായിരുന്നില്ല, മറിച്ച് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയമായിരുന്നു നിഴലിച്ചു നിന്നത്. സാറേ, ഈ മുറി മാത്രമേ തുറക്കാൻ പറ്റൂ. മുകളിലത്തെ നിലയിലേക്ക് പോകരുത്, പ്രത്യേകിച്ച് രാത്രി 12 മണിക്ക് ശേഷം. താക്കോൽ കൈമാറുമ്പോൾ രാമൻ നായരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വിനയ് അതൊരു തമാശയായി കണ്ട് ചിരിച്ചു തള്ളി. മുറിയിൽ സാധനങ്ങൾ വെച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും പുറത്ത് മഴ തകർത്തു പെയ്യാൻ തുടങ്ങി. ജനൽപ്പാളികളിൽ മഴത്തുള്ളികൾ വന്നടിക്കുന്ന ശബ്ദം മാത്രം. ഉറക്കം വരാത്തതുകൊണ്ട് വിനയ് തൻ്റെ ക്യാമറയും എടുത്ത് വരാന്തയിലേക്കിറങ്ങി. ഇരുട്ടിൽ മിന്നൽ പിണരുകൾ വെളിച്ചം വീശുമ്പോൾ ആ എസ്റ്റേറ്റിൻ്റെ ഭീകരമായ സൗന്ദര്യം അവൻ ക്യാമറയിൽ പകർത്താൻ തുടങ്ങി. പെട്ടെന്നാണ് ക്യാമറയുടെ ലെൻസിലൂടെ നോക്കുമ്പോൾ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ സ്ഥാപിച്ചിരുന്ന ആ പഴയ ഊഞ്ഞാൽ അനങ്ങുന്നതായി അവൻ കണ്ടത്. കാറ്റിലാവാമെന്ന് കരുതി അവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ കാറ്റില്ലാതിരുന്നിട്ടും ആ ഊഞ്ഞാൽ ശക്തിയായി ആടിക്കൊണ്ടിരുന്നു. കൗതുകം തോന്നിയ വിനയ് ക്യാമറ സൂം ചെയ്തു. ഡിജിറ്റൽ സ്ക്രീനിലെ കാഴ്ച കണ്ട് അവൻ്റെ രക്തം മരവിച്ചുപോയി. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ആ ഊഞ്ഞാൽ ശൂന്യമായിരുന്നു. എന്നാൽ ക്യാമറയുടെ സ്ക്രീനിൽ ആ ഊഞ്ഞാലിൽ മുടിയഴിച്ചിട്ട വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം ഇരിക്കുന്നത് വ്യക്തമായി കാണാം. അവളുടെ മുഖം കുനിഞ്ഞിരിക്കുകയായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ക്യാമറ കണ്ണിൽ നിന്ന് മാറ്റി നേരിട്ട് നോക്കി. ഇല്ല, അവിടെ ആരുമില്ല. വീണ്ടും ക്യാമറയിലൂടെ നോക്കി. അവൾ അവിടെയുണ്ട്. ഇത്തവണ അവൾ തല ഉയർത്തി ക്യാമറയിലേക്ക്, അതായത് വിനയൻ്റെ നേർക്ക് നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ മരണത്തിൻ്റെ തണുപ്പായിരുന്നു. പെട്ടെന്ന് ക്യാമറയിലെ രൂപം ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റു. അവൾ സാവധാനം വരാന്തയിലേക്ക് നടന്നു വരുന്നത് സ്ക്രീനിലൂടെ വിനയ് കണ്ടു. ഭയം കൊണ്ട് വിനയൻ്റെ തൊണ്ട വരണ്ടു. അവൻ വേഗം മുറിയിലേക്ക് ഓടിക്കയറി വാതിൽ കുറ്റിയിട്ടു. ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. മുറിക്കുള്ളിലെ വെളിച്ചം പെട്ടെന്നണഞ്ഞു. പുറത്ത് ഇടിമുഴക്കം ശക്തമായി. കൂരിരുട്ടിൽ മുറിയുടെ വാതിലിനു പുറത്ത് നനഞ്ഞ കാലടികൾ നടക്കുന്ന ശബ്ദം. ചപ്പ് ചപ്പ് എന്ന ശബ്ദം വാതിലിനോടടുത്തു വന്നു. വിനയ് ശ്വാസമടക്കി പിടിച്ച് കട്ടിലിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങി. പെട്ടെന്ന് അടച്ചിട്ട വാതിലിൻ്റെ വിടവിലൂടെ ഒരു തണുത്ത കാറ്റകത്തേക്ക് വീശിയടിച്ചു. മുറിയിലാകെ മുല്ലപ്പൂവിൻ്റെ രൂക്ഷമായ ഗന്ധം നിറഞ്ഞു. അവൻ്റെ കയ്യിലിരുന്ന ക്യാമറ പെട്ടെന്ന് ഓണായി. അതിൻ്റെ ഫ്ലാഷ് മിന്നാൻ തുടങ്ങി. ഓരോ തവണ ഫ്ലാഷ് മിന്നുമ്പോഴും മുറിയുടെ ഓരോ മൂലയും തെളിഞ്ഞു വന്നു. ആദ്യത്തെ ഫ്ലാഷിൽ മുറി ശൂന്യമായിരുന്നു. രണ്ടാമത്തെ ഫ്ലാഷിൽ ജനലിനരികെ ആ നിഴൽ രൂപം നിൽക്കുന്നു. മൂന്നാമത്തെ ഫ്ലാഷിൽ അവൾ കട്ടിലിന് തൊട്ടടുത്തെത്തിയിരുന്നു. അവളുടെ വിളറിയ മുഖം വിനയൻ്റെ മുഖത്തിന് തൊട്ടുമുന്നിൽ. അവസാനത്തെ ഫ്ലാഷ് മിന്നിയപ്പോൾ അവളുടെ കൈകൾ വിനയൻ്റെ കഴുത്തിനു നേരെ നീളുന്നത് അവൻ കണ്ടു. അവൻ്റെ നിലവിളി ആ ബംഗ്ലാവിൻ്റെ ചുവരുകൾക്കുള്ളിൽ അലിഞ്ഞു ചേർന്നു. പിറ്റേന്ന് രാവിലെ ചായയുമായി വന്ന രാമൻ നായർ കണ്ടത് തുറന്നുകിടക്കുന്ന മുറിയും നിലത്തു വീണുകിടക്കുന്ന ക്യാമറയും മാത്രമാണ്. ആ ക്യാമറയിലെ അവസാനത്തെ ചിത്രത്തിൽ ഭയന്നു വിറച്ച വിനയൻ്റെ മുഖവും അവനു പിന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവ്യക്തമായ ഒരു സ്ത്രീരൂപവും പതിഞ്ഞിരുന്നു. ചില രഹസ്യങ്ങൾ ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. വെളിച്ചം വീശുമ്പോൾ തെളിയുന്നത് സത്യങ്ങൾ മാത്രമല്ല, നമ്മുടെ അവസാനവും കൂടിയാകാം. പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. വിനയൻ്റെ തിരോധാനത്തിന് ശേഷം ആ ബംഗ്ലാവ് പോലീസ് സീൽ ചെയ്തു. എന്നാൽ ആ ക്യാമറ വിനയൻ്റെ തിരോധാനത്തിനുള്ള ഏക തെളിവായി മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ എവിഡൻസ് റൂമിലെത്തി. അന്ന് രാത്രി സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് SI ചന്ദ്രശേഖരനായിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടിമിന്നലിൻ്റെ വെളിച്ചം ഇടയ്ക്കിടെ സ്റ്റേഷനിൻ്റെ ജനലിലൂടെ അകത്തേക്ക് കടന്നുവന്നു. ഇരുണ്ട മുറിയിൽ വിചിത്രമായ നിഴലുകൾ വരച്ചു ചേർത്തു. സമയം രാത്രി 2 മണി കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രശേഖരൻ വിനയൻ്റെ കേസ് ഫയൽ മറിച്ചു നോക്കുകയായിരുന്നു. കാണാതായ വിനയൻ, ബംഗ്ലാവിൽ നിന്ന് കിട്ടിയ ക്യാമറ. അയാൾ പിറുപിറുത്തു. യുക്തിവാദിയായ ചന്ദ്രശേഖരന് പ്രേതകഥകളിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. അയാൾ മേശപ്പുറത്തിരുന്ന ആ കറുത്ത ഡിജിറ്റൽ ക്യാമറ കയ്യിലെടുത്തു. തണുത്തു മരവിച്ചതുപോലൊരനുഭവം അത് തൊട്ടപ്പോൾ അയാൾക്കുണ്ടായി. അയാൾ ക്യാമറ ഓൺ ചെയ്തു. സ്ക്രീനിൽ വെളിച്ചം തെളിഞ്ഞു. വിനയനെടുത്ത ചിത്രങ്ങൾ ഓരോന്നായി അയാൾ നീക്കി നോക്കി. പൊടി പിടിച്ച മുറികൾ, പഴയ ചുവരുകൾ, ഒടുവിൽ ആ അവസാനത്തെ ചിത്രം. വിനയൻ്റെ ഭയന്ന് വിറച്ച മുഖവും അവനു പിന്നിൽ അവ്യക്തമായി നിൽക്കുന്ന ആ സ്ത്രീരൂപവും. ചന്ദ്രശേഖരൻ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഫോട്ടോയിലെ ആ സ്ത്രീരൂപത്തിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ. അയാൾ ആ ചിത്രം സൂം ചെയ്തു. പെട്ടെന്ന് സ്റ്റേഷനിലെ ലൈറ്റുകളൊന്ന് വിറച്ചു. ഒരു നിമിഷം കറണ്ട് പോയി. സ്റ്റേഷൻ കൂരിരുട്ടിലായി. പുറത്ത് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം മാത്രം. എന്നാൽ ആ ഇരുട്ടിലും ചന്ദ്രശേഖരൻ അതനുഭവപ്പെട്ടു. അതെ, മുല്ലപ്പൂവിൻ്റെ ഗന്ധം. വിനയൻ്റെ മുറിയിൽ നിറഞ്ഞു നിന്ന അതേ രൂക്ഷമായ ഗന്ധം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആകെ വ്യാപിച്ചിരിക്കുന്നു. ചന്ദ്രശേഖരൻ ടോർച്ചെടുക്കാൻ കൈനീട്ടിയതും ക്യാമറയുടെ സ്ക്രീൻ തനിയെ മിന്നിത്തെളിഞ്ഞു. അയാൾ ഞെട്ടലോടെ ആ സ്ക്രീനിലേക്ക് നോക്കി.
അവസാനത്തെ ആ ഫോട്ടോയിൽ ഇപ്പോൾ വിനയൻ മാത്രമേയുള്ളൂ. അവന് പിന്നിൽ നിന്നിരുന്ന ആ സ്ത്രീരൂപം അപ്രത്യക്ഷമായിരിക്കുന്നു. അയാളുടെ നെഞ്ചിടിപ്പ് കൂടി. ഫോട്ടോയിൽ നിന്ന് മാഞ്ഞുപോയ ആ രൂപം ഇവിടെ. പെട്ടെന്ന് സ്റ്റേഷന്റെ ലോക്കപ്പ് റൂമിന്റെ ഭാഗത്തുനിന്ന് പാദസരത്തിന്റെ നേർത്ത കിലുക്കം കേട്ടു. ചിലു ചിലു എന്ന ശബ്ദം അടുത്തെത്തിക്കൊണ്ടിരുന്നു. അത് വെറുമൊരു തോന്നലല്ലെന്ന് ഉറപ്പിക്കും വിധം എവിഡൻസ് റൂമിന്റെ വാതിൽ തനിയെ തുറന്നു മടഞ്ഞു. ചന്ദ്രശേഖരൻ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ സർവീസ് റിവോൾവർ എടുത്തു. ആരാ അവിടെ? അയാൾ ഉച്ചത്തിൽ ചോദിച്ചു. മറുപടിയായി കേട്ടത് ഒരു സ്ത്രീയുടെ കിലുങ്ങുന്ന ചിരി മാത്രമാണ്. ആ ചിരി സ്റ്റേഷന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മുല്ലപ്പൂവിന്റെ ഗന്ധം ഇപ്പോൾ ശ്വാസം മുട്ടിക്കുന്നത്ര ശക്തമായിരിക്കുന്നു. പെട്ടെന്ന് മിന്നൽ വെളിച്ചത്തിൽ അയാൾ കണ്ടു തന്റെ തൊട്ടുമുന്നിലെ കസീരയിൽ തല കുനിച്ചിരിക്കുന്ന ഒരു സ്ത്രീരൂപം. അവളുടെ മുടി അഴിച്ചിട്ടിരുന്നു. നനഞ്ഞ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളം തറയിലേക്ക് ഇട്ടുവീഴുന്നുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ അനങ്ങാൻ കഴിയാതെ സ്തംഭിച്ചിരുന്നു പോയി. സാവധാനം അവൾ തല ഉയർത്തി. വിനയന്റെ ക്യാമറയിൽ കണ്ട അതേ വിളറിയ മുഖം. അവളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. എന്നെ തേടി വന്നതാണോ? അവൾ ചോദിച്ചു. ആ ശബ്ദം ഒരു നിലവിളി പോലെയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. അവൾ കൈനീട്ടി മേശപ്പുറത്തിരുന്ന ക്യാമറയെടുത്തു. ഇതെന്റേതാണ്. ഇവിടം ഇപ്പോൾ എന്റേതും. ചന്ദ്രശേഖരൻ കാഞ്ചി വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിരലുകൾ അനങ്ങുന്നില്ല. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വായുവിൽ ഒഴുകുന്നത് പോലെ അവനിലേക്ക് അടുത്തു. അവളുടെ തണുത്ത വിരലുകൾ ചന്ദ്രശേഖരന്റെ മുഖത്ത് സ്പർശിച്ചു. ആ സ്പർശനത്തിൽ അയാളുടെ ബോധം മറയാൻ തുടങ്ങി. അവസാനമായി അയാൾ കണ്ടത് ക്യാമറയുടെ ലെൻസ് തനിക്ക് നേരെ തിരിച്ചുപിടിച്ച് ചിരിക്കുന്ന ആ രൂപത്തെയാണ്. ഇനി നിങ്ങളും എൻ്റെ കഥയിലെ ഒരു ചിത്രമാകും. ക്യാമറയുടെ ഫ്ലാഷ് ഒരിക്കൽ കൂടി മിന്നി. വലിയൊരു നിലവിളിയോടെ ആ രാത്രിയിലെ ശാന്തത തകർന്നു. പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാർ കണ്ടത് കസേരയിൽ മരിച്ചു കിടക്കുന്ന SI ചന്ദ്രശേഖരനെയാണ്. ഹൃദയാഘാതമാണെന്ന് ഡോക്ടർമാർ വിധിച്ചു. എന്നാൽ മേശപ്പുറത്തിരുന്ന ആ ക്യാമറയിലെ പുതിയൊരു ചിത്രം ആരും ശ്രദ്ധിച്ചില്ല. ഭയന്നു വിറച്ച ചന്ദ്രശേഖരന്റെ മുഖവും അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് ചിരിച്ചു നിൽക്കുന്ന വിനയനും. ചില നിഴലുകൾ നമ്മളെ വിട്ടുപോകില്ല, നമ്മൾ അവയുടെ ലോകത്തേക്ക് ചെല്ലുന്നതുവരെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിലേക്ക് സ്വാഗതം. ചന്ദ്രശേഖരന്റെ മരണം ആ ഗ്രാമത്തെയും പോലീസ് സ്റ്റേഷനെയും ഒരുപോലെ നടുക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമെന്ന് എഴുതി ചേർക്കപ്പെട്ടെങ്കിലും ആ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾമാർക്ക് സ്റ്റേഷനിലെ തണുപ്പ് മാറിയിരുന്നില്ല. ആരും ശ്രദ്ധിക്കാതെ പോയ ആ ക്യാമറ ഒരു തൊണ്ടിമുതൽ എന്ന പേരിൽ സ്റ്റോർ റൂമിലെ ഇരുട്ടിലേക്ക് മാറ്റപ്പെട്ടു. തൊണ്ടിമുതൽ നമ്പർ 302 എന്ന ലേബലൊട്ടിച്ച് പൊടി പിടിച്ച ഫയലുകൾക്കും തുരുമ്പിച്ച ആയുധങ്ങൾക്കും നടുവിൽ അത് വിശ്രമിച്ചു. എന്നാൽ അതുറങ്ങുകയായിരുന്നില്ല, മറിച്ച് പുതിയൊരു ഇരയെ കാത്തിരിക്കുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ മങ്ങിത്തുടങ്ങി. ഒരു ദിവസം സ്റ്റേഷനിലെ പഴയ സാധനങ്ങൾ ലേലം ചെയ്യുന്നതിനായി സ്റ്റോർ റൂം തുറന്നു. സാധനങ്ങൾ പരിശോധിക്കാനെത്തിയ ആക്രി വ്യാപാരിയായ മമ്മൂക്കയുടെ കണ്ണുകൾ ആ പഴയ ക്യാമറയിലുടക്കി. പഴക്കമുണ്ടെങ്കിലും അതിന് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. നിസ്സാര വിലയ്ക്ക് അയാളത് സ്വന്തമാക്കി. വീട്ടിലെത്തിയ മമ്മൂക്ക ആ ക്യാമറ വൃത്തിയാക്കി തൻ്റെ കൊച്ചുമകനായ അപ്പുവിന് നൽകി. ഇത് സൂക്ഷിച്ചു വെച്ചോ, പഴയതാണെങ്കിലും നല്ല വില കിട്ടും, അയാൾ പറഞ്ഞു. കൗതുകം തോന്നിയ അപ്പു ക്യാമറ കയ്യിലെടുത്തു. ഭാരമുള്ള ആ യന്ത്രം അവനെ വല്ലാതെ ആകർഷിച്ചു. അവനത് കണ്ണിനോട് ചേർത്തുപിടിച്ച് ലെൻസിലൂടെ നോക്കി. അവൻ കണ്ട കാഴ്ച വീടിൻ്റെ മുറ്റമായിരുന്നില്ല, മറിച്ച് ചുവന്ന വെളിച്ചം നിറഞ്ഞ ഒരു ഇരുണ്ട മുറിയായിരുന്നു. ആ മുറിയുടെ ചുമരിൽ നിറയെ ഫോട്ടോകൾ തൂങ്ങിക്കിടക്കുന്നു. ഓരോ ഫോട്ടോയിലും ഭയന്നു വിറച്ച മുഖങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ ഫോട്ടോയിൽ അത് SI ചന്ദ്രശേഖരനായിരുന്നു. പോലീസ് യൂണിഫോമിൽ കണ്ണുകൾ തുറിച്ചുപിടിച്ച് നിശബ്ദമായി നിലവിളിക്കുന്ന ചന്ദ്രശേഖരൻ. ആ ഫോട്ടോയ്ക്കുള്ളിൽ ചന്ദ്രശേഖരന്റെ പിന്നിലായി വികൃതമായ ചിരിയോടെ നിൽക്കുന്ന വിനയനെയും അപ്പു കണ്ടു. പെട്ടെന്ന് ലെൻസിലൂടെ കണ്ട ആ രൂപങ്ങൾ അനങ്ങാൻ തുടങ്ങി. ചന്ദ്രശേഖരൻ കൈനീട്ടി അപ്പുവിനെ വിളിച്ചു. വിനയന്റെ ചിരി അപ്പുവിന്റെ കാതുകളിൽ അലയടിച്ചു. ഭയന്നുപോയ അപ്പു ക്യാമറ എറിഞ്ഞുടയ്ക്കാൻ കൈ ഉയർത്തി. പക്ഷേ അവൻ അനങ്ങാൻ കഴിഞ്ഞില്ല. ക്യാമറ അവന്റെ കൈകളിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. സ്വാഗതം, ഞങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ആ മുറിയിൽ എവിടെ നിന്നോ ഒരു ശബ്ദം മുഴങ്ങി. ക്യാമറയുടെ ഫ്ലാഷ് അനിയെ ചാർജാകുന്നതിൻ്റെ നേർത്ത ശബ്ദം കേട്ടു. വീലലല എന്ന ശബ്ദത്തോടെ ചുവന്ന ലൈറ്റ് മിന്നി. വേണ്ട, അപ്പു അലറി വിളിച്ചു. ഒറ്റ നിമിഷം കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം ആ മുറിയിൽ നിറഞ്ഞു. മമ്മൂക്ക് ഓടി വരുമ്പോൾ കണ്ടത് നിലത്ത് വീണുകിടക്കുന്ന ക്യാമറ മാത്രമാണ്.
അപ്പുവിനെ അവിടെയെങ്ങും കണ്ടില്ല. ക്യാമറയിൽ നിന്നും പുറത്തേക്ക് വന്ന പുതിയൊരു ഫോട്ടോയിൽ അപ്പുവിൻ്റെ പേടിച്ചരണ്ട മുഖവും അവനെ ചേർത്തുപിടിച്ച് ചിരിക്കുന്ന ചന്ദ്രശേഖരൻ്റെയും വിനയൻ്റെയും രൂപങ്ങളും തെളിഞ്ഞു നിന്നിരുന്നു. ചില കഥകൾ ഒരിക്കലും അവസാനിക്കില്ല, അവ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരും ആ ഫ്രെയിമിലെ വെറും ചിത്രങ്ങളാകുന്നതുവരെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.